പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം, അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പേര് എലിസബത്ത് ലിസി. ക്ലാസ്സില് കുട്ടികളുടെ അടുത്ത് "നിനക്ക് ഏറ്റവും പേടിയുള്ള ടീച്ചർ ഏതാന്ന്?" ചോദിച്ചാല് എല്ലാരും പറയും ലിസി ടീച്ചർ എന്ന്. വെറുതെ അല്ല, നല്ല അടി തരുമായിരുന്നു ടീച്ചർ. എന്നാല് സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് "നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏതാന്ന്?" ചോദിച്ചാല് അപ്പോഴും പറയും ലിസി ടീച്ചർ എന്ന്. എങ്ങനെയല്ലേ ഈ 2 ടൈറ്റിലും കൂടി ഒരാൾക്ക് തന്നെ കിട്ടുക? ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പണ്ട് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോ ടീച്ചറിന്റെ കയ്യിൽ വടി ഉണ്ടോന്നായിരിക്കും ഞങ്ങൾ ആദ്യം നോക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. കയ്യിൽ വടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് റിവിഷൻ ഉറപ്പാണ്. വടി ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, രക്ഷപ്പെട്ടു. ഇന്നപ്പോ പുതിയ ചാപ്റ്റർ പഠിപ്പിക്കും. ഇനി മുന്നേ റിവിഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ദിവസമാണെന്നുണ്ടെങ്കിൽ ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നിട്ട് താഴത്തെ ബദാം മരത്തിന്റെ ചുവട്ടിൽ ടീച്ചറിന്റെ സ്കൂട്ടർ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കി ബെല്ലടിക്കുന്നവരെ ആരെങ്കിലുമൊക്കെ അവിടെ ബാൽക്കണിയിൽ തന്നെ നിൽപ്പുണ്ടാവും. അന്നൊക്കെ ഇന്ന് ടീച്ചർ വരുമോ, ചോദ്യം ചോദിക്കുവോ, അടി കിട്ടുവോ, അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു. ഇന്നൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമുള്ള ഓർമ്മകളാണ് കേട്ടോ അതെല്ലാം. ഇത് എൻ്റെ 7th സ്റ്റാൻഡേർഡിലെ ഓർമ്മകളാണ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കുറെ കഴിഞ്ഞു. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ടീച്ചറിന്റെ ഫാമിലിയിലേക്കാണ് ഞാൻ ന്യൂ മെമ്പറായിട്ട് എത്തിയിരിക്കുന്നതെന്ന്. എൻ്റെ ഹസ്ബൻഡിന്റെ ആന്റിയാണ് ടീച്ചർ. ടീച്ചർ ഇന്ന് കൊല്ലം ബാലികാമറിയം സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ബെസ്റ്റ് ടീച്ചറിനുള്ള ഒത്തിരി അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ടീച്ചറിന്റെ ഒരു സ്വീകരണവും അനുമോദനവും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രോഷ്യ ഫ്ലവർ ഉണ്ടാക്കിയത്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ടീച്ചർ എന്ന് വിളിക്കണോ ആന്റി എന്ന് വിളിക്കണോ അതിപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ തന്നെയാണ്.